തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. ഓർമ്മയിലേക്കാണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ സോണിയാഗാന്ധിയെക്കുറിച്ച് വൈകാരിക കുറിപ്പുമായി രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയുടെ ജീവിത കഥ പറയുന്ന ബിലോങ്ങിംഗ് എ ജേർണി ഓഫ് ലവ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പരാമർശം. രാജീവ് ഗാന്ധിയുടെ വിയോഗശേഷം സോണിയാഗാന്ധി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തനിക്കും പ്രിയങ്കയ്ക്കും മാത്രമേ അറിയൂ. അച്ഛൻ അഭിമാനത്തോടെ സോണിയെ നോക്കിക്കാണുന്നുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, വൈകാരികമായ കുറിപ്പാണ്. 3-3.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു അച്ഛനെയും അമ്മയും ഒരുമിച്ച് കണ്ടിട്ട്. പക്ഷേ ആ യാത്ര എത്ര മനോഹരമായിരുന്നു എന്ന് ഓർത്തെടുക്കുകയാണ് രാഹുൽ ഗാന്ധി. മാധു, തീർച്ചയായും ഇന്നിപ്പോൾ രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനമാണ്. അത്തരത്തിൽ രാവിലെ അതിൻ്റെയൊക്കെ പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും സോണിയാഗാന്ധിയുടെ പുതിയ പുസ്തകത്തിൻ്റെ കവർ പേജ് അടക്കം വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഓർമ്മകൾ പങ്കിടുന്ന ഒരു ചെറിയ കുറിപ്പ് എന്താണെങ്കിലും എഴുതിയിരിക്കുന്നത്. ബിലോങ്ങിങ്സ് എ ജേർണി ഓഫ് ലവ് എന്നാണ് സോണിയാഗാന്ധിയുടെ വരാൻ പോകുന്ന പുതിയ പുസ്തകത്തിൻ്റെ പേര്. നവംബർ 10-നാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. പ്രധാനമായും സോണിയാഗാന്ധിയുടെ ചെറുപ്പകാലം, പിന്നീട് രാജീവ് ഗാന്ധിയുള്ള പ്രണയം, ഇന്ത്യയിലേക്കുള്ള വരവ്, ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പദം അടക്കം നിരസിച്ച സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ രേഖപ്പെടുത്തിയൊരു ആത്മകഥ, അത്തരത്തിലൊരു പുസ്തകമാണ് എന്താണെങ്കിലും വരാൻ പോകുന്നത്. നവംബർ 10-നാണ് ഈ പുസ്തകം പുറത്തേക്ക് വരുന്നത്. കൃത്യമായി തന്നെ ഇന്നിപ്പോൾ രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, രാജീവ് ഗാന്ധി ഒപ്പം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓർമ്മകളടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ വിയോഗശേഷം സോണിയാഗാന്ധി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തനിക്കും പ്രിയങ്കാന്തിക്കും മാത്രമാണ് അറിയുകയുള്ളൂ. അത്തരത്തിൽ സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്ന ഒരാളുടെ ആത്മകഥ, സ്വന്തം കഥ എഴുതുക എന്ന് പറയുന്നത് വളരെ കഠിനമായൊരു പ്രയത്നമാണ്. അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന് രാഹുൽ ഗാന്ധി കുറിക്കുന്നു. അച്ഛൻ അഭിമാനത്തോടെ സോണിയെ നോക്കിക്കാണുന്നുണ്ടാകും എന്നും രാഹുൽ ഗാന്ധി ഈ കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. എന്തായാലും സോണിയാഗാന്ധിയുടെ രാജീവ് ഗാന്ധി ഇല്ലാത്ത കാലഘട്ടം, അത്തരത്തിൽ ശക്തമായുള്ള മുന്നോട്ട് പോക്ക്, എടുത്ത തീരുമാനങ്ങൾ, നിലപാടുകളടക്കം എക്കാലവും ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോൺഗ്രസ് പാർട്ടി ഒരു ഘട്ടത്തിൽ തകർച്ചയെന്ന് ഉയർത്തിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ ആ നേതൃപാഠമൊക്കെ വലിയ തരത്തിൽ നമ്മൾ പല ഘട്ടങ്ങളും ചർച്ച ചെയ്താണ്. എന്താണെങ്കിലും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായി ആ പുസ്തകം എത്തുന്നതിന് മുൻപാണ് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് വൈകാരികമായി തന്നെ രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിച്ചൊരു പ്രണയകഥ, തികഞ്ഞ ഒരു രാഷ്ട്രീയ കഥ കൂടിയായിരിക്കും. തലമുറകൾക്ക് വായിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും ആ പുസ്തകം. നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്.